നമസ്കാരം. ഞാനൊരു CA സ്റ്റുഡൻ്റാണ്. വണ്ടികളോട് എനിക്ക് ഒത്തിരി ആരാധനയാണ്. വണ്ടിയുടെ വ്ലോഗ് ചെയ്യാനായി ഞാൻ ഒത്തിരി നാളായി ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് അതിന് സമയമായെന്ന് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയ കുള്ളൻ കാറാണ്, എന്നാൽ പവർഫുള്ളുമാണ്. ഇതിപ്പോഴും നിരത്തിലിറങ്ങുന്നു. സാധാരണക്കാർക്ക് പറ്റിയ വണ്ടിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് മറ്റൊന്നുമല്ല, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട Hyundai Santro ആണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് ബ്യൂട്ടി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മല്ലു ഓട്ടോ വ്ലോഗ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓട്ടോ വ്ലോഗ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2005 മോഡൽ സാൻട്രോ GLX XL ഓപ്ഷനാണ്. ആദ്യം വരുമ്പോൾ നമുക്ക് Hyundai ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇതിൻ്റെ ക്ലിയറൻസ് ഹെഡ്ലൈറ്റാണ് രണ്ടിടത്തും വരുന്നത്. താഴെ ഫോഗ് ലാമ്പ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. XL ഓപ്ഷന് വരത്തില്ല. പിന്നെ സൈഡ് 13 ഇഞ്ചിൻ്റെ സ്റ്റോക്ക് റിമ്മാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഉള്ളൊരു ആൻറ്റിന ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിൽ ഇപ്പോൾ നൈട്രജൻ ഫിൽഡ് ആയിട്ടാണ് ടയർ വെച്ചിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സാണ് വെച്ചിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 സ്പീക്കറിനുള്ള ബോക്സ് ഉണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ 4 വീലാണ് ഇതിൻ്റെ ഓപ്ഷൻ. അതിൻ്റെ ഡാഷിൽ AC വെൻസ് എല്ലാം വരുന്നുണ്ട്. സെൻറ്ററിൽ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് ഫോഗ് ലാമ്പ് ആഫ്റ്റർ മാർക്ക് ലൈറ്റ് വെച്ചത്. ഇത് ആൽപൈൻ്റെ സ്റ്റീരിയോ ആണ്. നമ്മുടെ ഹോണ്ട സിറ്റി വരുന്ന സ്റ്റീരിയോ ആണ്. പിന്നെ ACയുടെ നോബ്, ACയുടെ ഫാൻ ബ്ലോവർ, പിന്നെ ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ നോക്കാനുള്ളത്, പിന്നെ കൂളിംഗ് ഹീറ്റിംഗ് നോക്കാനുള്ള. അതിന് നല്ലൊരു ഡാഷ്ബോർഡ് സ്പേസ് ഉണ്ട്. പിന്നെ നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ലെവലറുണ്ട്, ഫ്യൂവൽ ഗേജ്, പിന്നെ കിലോമീറ്റർ നോക്കാനുള്ളത്, താഴെ ട്രിപ്പ് നോക്കാനായിട്ട്, പിന്നെ കൂള് ഹീറ്റ് എന്നുള്ളത് നോക്കാനായിട്ട്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, റിയർ വ്യൂ മിറർ, സൺവൈസർ ഉണ്ട്. ഇതാണ് എൻ്റെ റിയർ സീറ്റ്സ് എന്ന് പറയുന്നത്. ക്ലീനാണ്, റെക്സിനാണ്. പയനീറിൻ്റെ 2 ടീറ്റേഴ്സ് ഉണ്ട്, 2 സൈഡ് ലൈറ്റ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് സാൻട്രോയ്ക്ക് കിട്ടുന്നത്. ഒരു ആവറേജ് 16 മൈലേജ് ആണ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു പവറും വണ്ടിക്ക് നന്നായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹ്യുണ്ടായിയുടെ ഫേമസ് എഞ്ചിനായ IRD എഞ്ചിനാണ് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് 63 bhp പ്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ അറൗണ്ട് 89-90 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ സാൻട്രോയ്ക്ക് പറ്റും. പിന്നെ AC നല്ല ചിൽഡ് AC ആണ് വരുന്നത്. പിന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എവരി 5000 ഓയിൽ ഫിൽറ്റേഴ്സൊക്കെ മാറണം. ഒരു 3000 റേറ്റിനകത്ത് മാറും. കമ്പനി സർവീസാണ് ഈ വണ്ടി ഫുള്ള് റെക്കോർഡ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ. അപ്പോൾ ഇതിൻ്റെ കോഡ്സൊക്കെ മാറ്റി, കോയിൽ മാറ്റി. നമുക്കിതിൻ്റെ അടുത്ത് അതിൻ്റെ ഡ്രൈവിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഓവറോൾ വണ്ടി. ബ്രേക്ക്, ക്ലച്ച്, പിന്നെ ഡെഡ് പാഡലുണ്ട്. സീറ്റിംഗ് പൊസിഷനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് അത്യാവശ്യം. പിന്നെ പൊക്കമുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് സാൻട്രോ. പിന്നെ കുറച്ച് മുതിർന്നവർക്കും വണ്ടിയിൽ പെട്ടെന്ന് കയറാനും ഇറങ്ങാനൊക്കെ നല്ല എളുപ്പമാണ്. ഒരു 16 കിലോമീറ്റർ മൈലേജാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ബോത്ത് സിറ്റി ആൻഡ് ഹൈവേ നോക്കുമ്പോൾ. ഇത് 1100cc ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രൈവിങ്ങും അതേപടി നല്ല പവർഫുള്ളാണ് വണ്ടി. നമുക്കപ്പോൾ ഡ്രൈവിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എങ്ങനെയുണ്ടോ നമുക്ക് ആക്സിലറേഷൻ എങ്ങനെയുണ്ടോ നോക്കാം. 0 to 80. തേർഡിലാണ്, ഇപ്പോൾ 4th ഇട്ടു.
അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഇത്രയും നല്ല പവറാണ്, 1100cc പവർ നമുക്ക് കാണാം. വേറെ ടയർ ചെറുതായതുകൊണ്ട് ചെറിയ ഗട്ടേഴ്സൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. സെക്കൻഡ്സ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ സാൻട്രോ. നല്ല ത്രില്ലായിട്ട് ഓടിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ 100 കയറി പോകും. ഇതിയുടെ ഫ്ലോറിൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതലായിട്ട്, ബാക്കിയൊക്കെ നോക്കിയാൽ നല്ല സൗണ്ടാണ് അകത്ത് കേൾക്കുന്നത്. മ്യൂസിക്കിനെക്കാട്ടും സൗണ്ട് കൂടുതലായിരിക്കും നമ്മുടെ AC ഫ്ലോറിൻ്റെ സ്പീഡിന്. ഫോണ് നല്ല സൗണ്ടാണ്, ഒറിജിനൽ കമ്പനി ഫോണാണ്. ഇപ്പോൾ ഡോർപിടലില് കാല് വെച്ചാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആക്സിലേറ്റർ ബ്രേക്ക് മാത്രമേ കൊടുത്താൽ മതി. നോർമൽ സിറ്റിയിൽ മാത്രമേ ഉള്ളത് കൊടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് പോയാൽ നമുക്ക് ഡെഡ് പെഡലിൽ യൂസ് ചെയ്യാൻ പറ്റും. ക്ലച്ചിന് അത്രയും കാലത്രയും കൊടുക്കട്ടെ, കഴക്ട് വരത്തില്ല കാലിൽ. ഇതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസ് പറയുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ പുതിയൊരു വണ്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ പ്രണവ് സംഗീവ് സൈനിങ് ഔട്ട് ഫ്രം മല്ലു ഓട്ടോ വ്ലോഗ്സ്.